ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ വീണ്ടും കുറച്ച് മീഷോ പ്രൊഡക്ട്സുമായിട്ട് തന്നെയാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. ഇന്നത്തെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഈ ഒരു ബൗളിൻ്റെ സെറ്റാണ് കേട്ടോ. അതായത് ഡിപ്പിംഗ് ബൗളാണ്. സാധാരണ നമുക്ക് മയണൈസ്, കെച്ചപ്പ് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ എടുക്കാൻ പാകത്തിന് വരുന്ന ഡിപ്പിംഗ് ബൗളായിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ സ്നാക്സ് ബൗളായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരുന്ന ബൗളുകളാണ് കേട്ടോ. 6 വരുന്ന സെറ്റാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു ബൗൾ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ ഇതുപോലൊരു എന്താ പറയുക, ഒരു സംഭവം കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് എടുത്ത് വെക്കുമ്പോൾ നല്ല വൃത്തിയിൽ നല്ല ക്യൂട്ടായിട്ട് എടുത്ത് വെക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു ഭംഗി കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷെങ്കിൽ കൈ കിട്ടിയപ്പോൾ എന്തായാലും മോശമായിട്ടില്ല. നല്ല അടിപൊളി പ്രൊഡക്റ്റ്, നല്ല ക്യൂട്ട് പ്രൊഡക്റ്റ് കേട്ടോ. നമുക്ക് അത്യാവശ്യം യൂസേജിനൊക്കെ എടുക്കാനും പറ്റും. ആവശ്യം കഴിഞ്ഞ് വന്നാൽ വൃത്തിയായിട്ട് നമുക്ക് എടുത്തു വെക്കാനും പറ്റുന്ന രീതിയിലാണ് കേട്ടോ വരുന്നത്. ഇത് മെലാമിലാണ് മെറ്റീരിയൽ വന്നിട്ട് കണ്ടാൽ സെറാമിക് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിലും മെലാമിനാണ് കേട്ടോ മെറ്റീരിയൽ. നല്ല ക്യൂട്ടായിരിക്കും, നല്ല ഫ്ലവർ പോലെ ഇരിക്കുന്ന കുറച്ച് ബൗളിൻ്റെ സെറ്റാണ്. ഇതിൻ്റെ പ്രൈസ് 286 രൂപയാണ് കേട്ടോ. മീഷോയിൽ ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ആ പ്രൈസിന് എന്തായാലും വേർത്തുള്ള പ്രൊഡക്റ്റാണ്. കാരണം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അതുപോലെ ഞാൻ പറഞ്ഞ നമുക്ക് ഡിപ്പിംഗ് ബൗളൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ അടിപൊളിയായിരിക്കും. ആ രീതിയിൽ വരുന്ന കുറച്ച് ബൗളുകളാണ് കേട്ടോ. ഇതുപോലെ ഇത് അടുക്കി വെക്കാൻ ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നട്ടെ ഈ ഒരു ബൗളിനോട് നമുക്ക് ഇങ്ങനെ അടുക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പം എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കിക്കൊള്ളുന്നുണ്ട്. അടിപൊളി പ്രൊഡക്റ്റാണ്, നല്ല ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. ആ ഒരു പ്രൈസിന് വേർത്തായുള്ള പ്രൊഡക്റ്റാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം മെലാമിനാണ് മെറ്റീരിയൽ വന്നിട്ട്, സാധാ ഫൈബറും പ്ലാസ്റ്റിക്കും ഒന്നല്ല, മെലാമിനിലാണ് കേട്ടോ വരുന്നത്. ജസ്റ്റ് ഇതുപോലെ അങ്ങ് ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കാൻ കാണാൻ നല്ല ഭംഗിയില്ല. ഈ ഒരു ഭംഗി കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഓർഡർ ചെയ്തത്. എങ്ങനെ ഉണ്ടാവും കൈ കിട്ടിയാൽ എന്നറിയാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല, ആ ഒരു എക്സൈറ്റ്മെന്റ് കൂടിയാണ് ഞാൻ ഓർഡർ ചെയ്തത്. എന്തായാലും അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു പ്രൊഡക്റ്റ്. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഇതൊരു എന്താ പറയുക, ജിഞ്ചർ ഗാർലിക്കൊക്കെ നമുക്കിങ്ങനെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കൂലേ, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അതായത് വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ നമുക്കൊരു കറിക്ക് വേണ്ടി സംഭവങ്ങളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കാനും ചതച്ചെടുക്കാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണിത്. നല്ല യൂസ്ഫുൾ ആയുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ താഴ്ഭാഗം കണ്ട ഇതുപോലെ ഹോൾസ് ആണ്. ഹോൾസിൻ്റെ ഉള്ളിൽ കൂടി മുകൾ ഭാഗത്ത് കണ്ടോ നല്ല ഷാർപ്പായുള്ള സംഭവമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതിൽ ജസ്റ്റ് അങ്ങനെ ഇട്ടെടുത്തിട്ട് ഇങ്ങനെ നമുക്ക് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് താനേ ഇങ്ങനെ ചതഞ്ഞ് താഴോട്ട് കൂടെ വന്നോളൂ കേട്ടോ. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. നല്ല ഹെവി സ്റ്റീലിലാണ്. സൗണ്ട് നന്നായിട്ട് ഇങ്ങോട്ട് റെഡി ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ വീഡിയോയിൽ ഉണ്ടാവുന്ന എക്സ്ക്യൂസ് ചെയ്യണേ പ്ലീസ്. കഴിഞ്ഞ വീഡിയോയിൽ ആരോ ചോദിക്കുന്നത് കേട്ടോ എന്താ ഇങ്ങനെ സൗണ്ട്, ജലദോഷമാണോ എന്നൊക്കെ. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് 155 രൂപയായിരുന്നു കേട്ടോ. ആ ഒരു പ്രൈസ് കൊണ്ട് നമുക്ക് വാങ്ങിച്ചാലും ഒന്നുകൂടെ നഷ്ടമില്ല കേട്ടോ. കാരണം അത്ര യൂസ്ഫുൾ ആയുള്ള പ്രൊഡക്റ്റാണ് ഇത്. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഒരു കോഫി മേക്കറാണ് കേട്ടോ. അതായത് കോഫിയൊക്കെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു ബൗൾ പോലെ വരുന്ന സംഭവം കേട്ടോ. ഇത് നമ്മൾ ചാർജ് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ്. അതായത് ചാർജർ പ്ലഗ് ചെയ്തോടെ യൂസ് ചെയ്യുന്നതല്ല, ചാർജ് ചെയ്ത് നമ്മൾ മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിൽ ചാർജ് ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരു ബീറ്ററാണ് കേട്ടോ. പിന്നെ ഇതാ ഇതുപോലെയാണ് വരുന്നത്. ജസ്റ്റ് ഇവിടെയാണ് ഓപ്പണിങ്. ഇതിൻ്റെ വിസ്കും ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഈ ഒരു രീതിയിലാണ്. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, മഗ് നല്ല തിക്കായിട്ടുള്ള ഗ്ലാസ്സിൽ, നല്ല ഹെവി ഗ്ലാസ്സിൽ അടിപൊളി ക്വാളിറ്റിയിലാണ് കേട്ടോ വരുന്നത്. അതിൻ്റെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ ഇതെങ്ങനെ ഇതിൻ്റെ പ്രവർത്തനം എന്നുള്ളത് കാണിച്ചു തരാം. അതായത് ഇതുപോലെ നമ്മൾ ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ കണ്ട പവർ ബട്ടൺ, ആ ബട്ടൺ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതിട്ടോ. അപ്പോൾ ഇങ്ങനെ ബീറ്റായി വന്നു. അപ്പോൾ നമുക്ക് കോഫിയൊക്കെ ബീറ്റ് ചെയ്തെടുക്കാം, അതുപോലെ മുട്ടൊക്കെ ബീറ്റ് ചെയ്തെടുക്കാൻ, അങ്ങനെയുള്ള യൂസേജിനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഒരു കോഫി ലവേഴ്സിന് എന്തുകൊണ്ടും എന്താ പറയുക ആപ്റ്റായിട്ടുള്ള പ്രൊഡക്റ്റാണിത്. പിന്നെ ഇതാ ഇവിടെയാണ് കേട്ടോ ചാർജ് ചെയ്യാനുള്ള ഒരു സംഭവം അഡാപ്റ്ററും ഇതിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 351 രൂപയായിരുന്നു കേട്ടോ ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് മീഷോയിൽ. ആ ഒരു പ്രൈസിന് വർത്തുള്ള പ്രൊഡക്റ്റാണ്. നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. എന്തുകൊണ്ടും വാങ്ങിയാൽ നമുക്ക് നഷ്ടമാവില്ല. ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ട്. കോഫിയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് എന്തുകൊണ്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. പിന്നുണ്ടല്ലോ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണേ. നിങ്ങൾ പലരും വീഡിയോ കാണുന്നുണ്ടെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോകാൻ തോന്നുന്നു കേട്ടോ. അപ്പോൾ മറന്നു പോകാതെ പെട്ടെന്ന് ലൈക്ക് ചെയ്തിട്ട് വരണേ. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഈ ഒരു ബൗളാണ്. അതായത് നമുക്ക് സൂപ്പ് ബൗളായിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ സെർവിങ് ബൗളായിട്ടോ അല്ലെങ്കിൽ സെർവിങ് ട്രേ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി പിൻട്രസ്റ്റ് വൈബിൽ വരുന്നൊരു ബൗളാണ്.
ഇതുപോലെ സ്ട്രോബെറിൻ്റെ പ്രിൻ്റൊക്കെ കൊടുത്തിട്ട് സെറാമിക്കിൽ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള സെറാമിക്കിലാണ്. ഇതിൻ്റെ തിക്നെസ്സും അതിൻ്റെ ഒരു ഹെവിനെസ്സും അതിൻ്റെ ഒരു ഷാർപ്നെസ്സും ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്ര നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു ബൗളാണ് കേട്ടോ. ബൗളായിട്ടും ട്രേ ആയിട്ടൊക്കെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞില്ല, കാരണം അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് ഇത് വരുന്നത് കേട്ടോ. സാധാരണ വരുന്ന ഒരു ചെറിയ ബൗള് പോലെയല്ല, അത്യാവശ്യം വലുപ്പമുണ്ട്. അപ്പം ഇതിൻ്റെ പ്രൈസ് 221 രൂപയായിരുന്നു കേട്ടോ. എന്തായാലും അടിപൊളി പ്രൊഡക്റ്റാണ്, നല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റ്, കാണാൻ നല്ല ഭംഗിയുള്ള ബൗളാണ്. നമ്മളിത് കണ്ടാൽ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കാൻ തോന്നുന്ന ടൈപ്പിലുള്ളൊരു ബൗൾ കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ ഒരു പ്രൊഡക്റ്റ്. ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതുപോലെ സെറാമിക്കിൽ വരുന്നത്, അതാണ് ഞാൻ പിന്നെ എടുത്ത് പറയുന്നത്. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു കേക്ക് മോൾഡാണ് കേട്ടോ. ഈ ഇതുപോലത്തുള്ള കേക്ക് മോൾഡ് കുറേ കാലമായിട്ട് ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു കേക്ക് മോൾഡാണ് കേട്ടോ. ഇത് ഞാൻ കുറേ കാലമായി ഇങ്ങനെ ഓരോ സൈറ്റിലും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നല്ല പ്രൈസ് ഉണ്ട്, പക്ഷേങ്കിൽ ഇപ്പം ചെറിയൊരു പ്രൈസിന് കിട്ടിയപ്പോൾ പെട്ടെന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഈ ഒരു മോൾഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിതാ ഈ ഒരു ഭാഗത്ത് ബാറ്ററൊക്കെ ഒഴിച്ചിട്ട് കേക്കൊക്കെ ബേക്ക് ചെയ്തെടുത്തിട്ട് നമുക്കിത് ഡീമോൾഡ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതുപോലെ അങ്ങോട്ട് ഡീമോൾഡ് ചെയ്ത് കിടക്കാം. അപ്പോൾ താഴെ ഒരു ഭാഗം ഒരു എന്താ പറയുക ഒരു ട്രേ പോലെ, കേക്കിൻ്റെ ട്രേ പോലെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ, കേക്ക് ബോർഡിനെ പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ വരുന്നത്. അപ്പം അതിൽ തന്നെ വെച്ചിട്ട് നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലാണ്. അപ്പം അങ്ങനെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബേക്കിംഗ് ട്രേ ആണ്. കാരണം നമ്മൾ സാധാരണ മോൾഡ് ഉണ്ടല്ലോ, കേക്ക് മോൾഡ് അലുമിനിയത്തിൻ്റെ ഇതുപോലുള്ള നോൺ സ്റ്റിക്ക് തന്നെ വരുന്നതായാലും ഡിമോൾഡ് ചെയ്തെടുക്കാൻ അങ്ങനെ ഭയങ്കര ടാസ്ക് അല്ല. പക്ഷെ ഇതുപോലെ ആകുമ്പോൾ നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാനും അതുകൊണ്ട് തന്നെ കേക്ക് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യാനും ഈസിയാണ്. അതുപോലെ ക്ലോസ് ചെയ്യാനും നമുക്ക് ഈസിയാണ്, ഞാൻ കാണിച്ചു തന്നല്ലോ. അപ്പോൾ അതിൻ്റെ പ്രൈസ് വെറും 175 രൂപയായിരുന്നുള്ളായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് നമ്മൾ പാത്രമൊക്കെ കഴുകിയിട്ട് ഡ്രെയിൻ ചെയ്യാൻ വെക്കുന്ന ഒരു സംഭവമാണ്. അതായത് നമുക്ക് സിങ്കിൻ്റെ മേലെ തന്നെ വെച്ചിട്ട് പാത്രം ഡ്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ വരുന്നൊരു സംഭവമാണിത്. സിങ്കിന് മേലെ തന്നെ വെക്കണമെന്നില്ല, അല്ലാതെ കൗണ്ടർ ടോപ്പിൽ വെക്കാം. പക്ഷെ സിങ്കിന് മേലെ തന്നെ വെക്കുമ്പോൾ അതിൽ വെള്ളമൊക്കെ അങ്ങനെ സിങ്കിലേക്ക് ഒഴുകി പോകുന്ന രീതിയിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേ ആണിത്. ഇനിയിപ്പം പാത്രം കഴുകി വെക്കല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടുള്ള പാത്രങ്ങളൊക്കെ ഇറക്കി വെക്കാനും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇത്. കഴുകി വെക്കാതെ ജസ്റ്റ് ഇതുപോലെ വെച്ചിട്ട് വെള്ളം ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പാത്രം എടുത്ത് വെക്കാനുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ട് പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ട് ഈ ഒരു സംഭവം എടുത്ത് വെക്കാനും ഈസിയാണ്. അതും ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ട്, കാരണം നമുക്ക് കുറഞ്ഞ സ്പേസിൽ ഈ ഒരു ട്രേ നമുക്ക് ജസ്റ്റ് ഫോൾഡ് ചെയ്തെടുത്ത് വെക്കാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 253 രൂപയാണ് കേട്ടോ. ആ പ്രൈസിന് പുറത്തുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ എല്ലാ പ്രൊഡക്റ്റിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, ചെക്ക് ചെയ്ത് നോക്കിക്കൊള്ളുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതിക്കോട്ടെ. ഇന്നത്തെ പ്രൊഡക്ട്സ് ഒക്കെ ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.